ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന രാജ്യമാണ് തുർക്കി. പക്ഷേ തുർക്കിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തുർക്കിയിൽ വലിയ രീതിയിൽ തന്നെ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. 10-ലധികം സാധാരണക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തുർക്കി വളരെ ഒരു ഭീകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് ആ രാജ്യം. നിസ്സാരമല്ല. നമ്മൾ ഈ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആമസോണിലെ കാട്ടുതീയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് തുർക്കി താരതമ്യേന ഒരു ചെറിയ രാഷ്ട്രമാണ്. വലിയ ഇടക്കാലത്ത് നാം ഏറ്റവും അധികം ചർച്ച ചെയ്ത അമേരിക്കയിലായിരുന്നു. അതെ അതെ. സമാനമാണ് തുർക്കിയിലെ സ്ഥിതി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ചെറിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് തുർക്കിക്ക് ഇതൊക്കെ അതിജീവിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ വലിയ ഒരു 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 സമ്പന്ന രാഷ്ട്രമോ ഒരു വികസിത രാഷ്ട്രമോ ഒന്നും അല്ല തുർക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന കാട്ടുതീ അത് ഇസ്താംബൂളിനും ഇതിൻ്റെ തലസ്ഥാനമായ അങ്കോറയ്ക്കും ഇടയിലാണ്. വെറും കാട്ടുതീയല്ല ഉണ്ടായിരിക്കുന്നത്, മറിച്ച് വലിയ രീതിയിൽ ഉഷ്ണക്കാറ്റടിക്കുന്നു, താപനില ഉയർന്നിരിക്കുന്നു. ഇതെല്ലാം ഈ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. അപ്പോൾ അവിടെ ഈ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി പോയ ഒരു ടീമുണ്ട്. അതിൽ 24 പേരാണ് അതിനകത്ത് പെട്ടുപോയത്. അതിൽ 5 ഈ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും 5 സാധാരണക്കാരായ നാട്ടുകാരും പ്രദേശവാസികളും അതിനകത്ത്, അങ്ങനെ 10 പേരാണ് അവിടെ മരിച്ചത്. 14 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ തീക്കാറ്റ് ഇങ്ങനെ ഉഷ്ണക്കാറ്റ് ഇങ്ങനെ അടിച്ച് തീ ആളിക്കത്തുകയല്ലേ, ഉഷ്ണക്കാറ്റങ്ങ് ആഞ്ഞടിച്ചപ്പോൾ ഇവരങ്ങ് തീക്കകത്ത് പെട്ടുപോയി. ഇവരെ അഗ്നി വലയം ചെയ്യുക. അങ്ങനെയാണ് അവർക്ക് മാരകമായിട്ട് പരിക്കേറ്റത്. അത് ഇപ്പോൾ ഈ പരിക്കേറ്റ 14 പേര് നില ഗുരുതരമാണ്. അവർ ആശുപത്രിയിൽ ചികിത്സയിലൊക്കെയാണ്. പ്രതീക്ഷയൊന്നുമില്ല അവരെ രക്ഷപ്പെട്ട് വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഈ തുർക്കിയുടെ അവസ്ഥ, തുർക്കിക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അന്തം വിട്ട് നിൽക്കുക. അവിടെ നമുക്കറിയാം, ഒന്നാമതേ താരതമ്യേന ഒരു ചെറിയ രാഷ്ട്രമാണ്. നേരത്തെ അവിടെ ഭൂകമ്പം വന്നപ്പോൾ സഹായഹസ്തവുമായിട്ട് ആദ്യം ഓടിയെത്തിയത് ഭാരതമാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തുർക്കി അത് മറന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷമുണ്ടായപ്പോൾ അവർക്ക് വേണമെങ്കിൽ 2 രാജ്യങ്ങളുടെയും ഭാഗം ചേരാതെ മാറി നിൽക്കാമായിരുന്നു. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താ? പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണം. ഒരിക്കലും ഒരു ഏറ്റുമുട്ടൽ, ഒരു സംഘർഷം ഇതിനൊന്നും പരിഹാരമല്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷേ തീവ്രവാദത്തിനോട് നമുക്ക് സന്ധിയില്ല, ഹമാസിനോട് നമ്മൾ സന്ധി ചെയ്യുന്നില്ല. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? റഷ്യൻ പ്രസിഡന്റിനോട് പറയുകയാണ്, നമ്മൾ ഉക്രൈനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. റഷ്യൻ പ്രസിഡന്റിനോട്, വ്ളാദിമിർ പുടിനോട് നരേന്ദ്രമോദി പറയുകയാണ്, ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല, നിങ്ങളത് തിരിച്ചറിയണം. റഷ്യ അത് തിരിച്ചറിയണം. നിങ്ങളുടെ എന്താ പറയുക, ഒരു രോമത്തിൻ്റെ പോലും വിലയില്ലാത്തൊരു രാഷ്ട്രമായി ആണ് ഉക്രൈൻ. അവർക്ക് അത്രയും സന്നാഹങ്ങളൊന്നുമില്ല, യുദ്ധോപകരണങ്ങളില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അവരുമായിട്ട് ഇങ്ങനെ അടിക്കുന്നത്? ഇതായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ്. അപ്പോൾ അതുപോലെ തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ സഹായം കൊണ്ട് നിലനിന്ന് പോകുന്ന, അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ സന്നിഗ്ധ ഘട്ടത്തിൽ സ്വീകരിക്കാൻ വിധിക്കപ്പെട്ട രാഷ്ട്രങ്ങളാണ്. അവിടെ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ കോവിഡ് വന്നു, നമ്മൾ എത്ര ചെറിയ രാഷ്ട്രങ്ങളെ സഹായിച്ചു അല്ലേ? അപ്പം നമ്മുടെ കൈവശമുള്ളത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, വിതരണം ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ കൂടെ സഹായിക്കുകയാണ്. ഈ ഒരു മനോഭാവം, ഇത് ഭാരതീയ പാരമ്പര്യമാണ്, സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യമാണത്. അല്ല, ആ പാരമ്പര്യം കൊണ്ടായിരിക്കുമോ നമ്മുടെ പിണറായി സർക്കാർ 10 കോടി രൂപ അനുവദിച്ചിരുന്നല്ലോ? അല്ല, അത് തീർച്ചയായിട്ടും പിണറായി സഖാവ് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന് അതിനകത്ത് എത്ര ലാഭക്കൊതി അല്ലെങ്കിൽ ദുഷ്ടലാക്ക് ഇനി എന്തൊക്കെ ആരോപിക്കപ്പെട്ടാലും ശരി, അദ്ദേഹം ഈ കൊടുക്കുന്നത് എപ്പോഴും സനാതനധർമ്മത്തിന്റെ പാരമ്പര്യമാണ്. അതിനി നിഷേധിക്കാൻ പറ്റില്ല. പാരമ്പര്യമാണല്ലോ തുർക്കി അത് ചെയ്തു. കാരണം അവരുടെ സംസ്കാരം അതാണ്, അതുകൊണ്ട് അത് ചെയ്തു. നമ്മൾ ഇതൊക്കെ ചെയ്തു. പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു ശല്യത്തിനും പോയില്ല. ഇങ്ങോട്ട് വന്ന് നിരപരാധികളായ 26 മനുഷ്യരെ വെടിയുണ്ടയ്ക്ക് ഇരയാക്കി, മതം ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് ഇതിനെ ഇരയാക്കിയപ്പോഴാണ് നമ്മൾ തിരിച്ചടിച്ചത് അല്ലേ? ആ സമയത്ത് എന്താ ചെയ്തത്? അവിടുന്ന് വലിയ രീതിയിൽ ഡ്രോണുകളുമായിട്ട് ഇവിടെ വന്നു. അതുപോലെ വെടിക്കോപ്പുകൾ കൊടുത്തു, യുദ്ധോപകരണങ്ങൾ കൊടുത്തു, തോക്കുകൾ കൊടുത്തു അല്ലേ? വിമാനങ്ങളിൽ കൊണ്ടുവന്ന് ഇറക്കുകയായിരുന്നു പാകിസ്ഥാനിൽ.
അപ്പോൾ അത് ഒരു ശരിയായ കാര്യമല്ല. ഈ തുർക്കി ഒരു വിനോദസഞ്ചാരത്തിനൊക്കെ പ്രാധാന്യമുള്ളൊരു ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ അവിടെ വിനോദസഞ്ചാരത്തിന് പോകുന്നുണ്ട് തുർക്കിയിൽ. അപ്പം നമ്മളെന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തെ ഒറ്റപ്പെടുത്താനും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എല്ലാവരും ക്യാൻസൽ ചെയ്തു, അല്ലേ? ഒന്നൊഴിയാതെ ഒരു ടിക്കറ്റ് പോലും പ്രയോജനപ്പെടുത്താതെ നഷ്ടം സഹിച്ച് ഇന്ത്യക്കാർ അത് ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്തപ്പോഴാണ് തുർക്കിക്ക് അപകടം മനസ്സിലായത്. തുർക്കിയുടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം, ഇന്ത്യൻ രൂപ തുർക്കിയിലേക്ക് ചെല്ലേണ്ടിയിരുന്നത് ഒറ്റയടിക്ക് നിന്നു. അപ്പോൾ എർദോഗന് മതിയായി. കളിച്ചാൽ കളി ഇന്ത്യ പഠിപ്പിക്കും എന്നുള്ളത് എർദോഗൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴിതാ ഈ കാട്ടുതീ പടരുന്നു. സത്യത്തിൽ സഹായിക്കാൻ നമ്മൾ ചെല്ലുമായിരുന്നു. അപ്പം അവിടെ എയർ ടാങ്കറുകളിൽ കൊണ്ടുവന്ന് വെള്ളം അവിടെ വീഴ്ത്തുകയാണ്. ഈ കാട്ടുതീ പടരുന്ന സ്ഥലത്ത് ഈ എയർ ടാങ്കറിൽ, ഹെലികോപ്റ്ററിലാണ് ടാങ്കറുകൾ ഘടിപ്പിച്ചുകൊണ്ട് വന്ന് അവിടെ തുറന്നു വിട്ട് ഈ വെള്ളം ഒഴിച്ച് അഗ്നി കെടുത്താൻ ശ്രമിക്കുന്നത്. അത് വിജയിക്കുന്നില്ല. നോക്കൂ, ഈ സമയത്ത് ഇന്ത്യയെപ്പോലൊരു ഒരു സഹായം കൊടുക്കാൻ മനസ്ഥിതിയുള്ള ഒരു സുഹൃത്ത് രാഷ്ട്രം അവർക്കുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? നമ്മൾ എത്ര ഹെലികോപ്റ്റർ വിട്ടുകൊടുത്തേനെ, എത്ര ടാങ്കറുകൾ നമ്മൾ കൊടുത്തേനെ. നമ്മളെ സാങ്കേതിക വിദ്യ അല്ല, പാകിസ്ഥാനല്ലേ അവരെ സഹായിക്കും. ചെയ്യേണ്ടത്, തുർക്കി ചെയ്യേണ്ടത് ആസിം മുനീറിനെ വിളിച്ച് ചോദിക്കണം സഹായം. നിങ്ങൾ അത് ബുദ്ധിമുട്ട് വന്നപ്പോൾ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ വഴിവിട്ട് നിങ്ങളെ സഹായിച്ചു. മറ്റൊരു കാര്യം നാം വിട്ടുപോയി, പാകിസ്ഥാനിലെ വെള്ളമില്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് ഇന്ത്യയുടെ ആദ്യത്തെ മിന്നലാക്രമണം ഈ ജലവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അല്ല, പാകിസ്ഥാനിൽ നിന്ന് വെള്ളം കൊടുത്തില്ലെങ്കിൽ പോലും മറ്റെവിടുന്നെങ്കിലും വെള്ളം എടുക്കാമല്ലോ തുർക്കിക്ക്. അവരുടെ സമീപത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വെള്ളം എടുക്കാം. അതിൽ ഈ കാർബൺ കലർത്തി വേണോ അത് ഒഴിക്കാൻ, അങ്ങനെയൊക്കെയാണ് അതിന് ചില സാങ്കേതിക വിഷയങ്ങളുണ്ട്. അത് ഇന്ത്യ കാര്യമായിട്ട് സഹായിക്കുമായിരുന്നു. ഇനി ഇവരുടെ പുനരധിവാസത്തിന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തേനെ. നമ്മളത് ചെയ്തവരാണ് മുമ്പ്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ, തുർക്കിയിൽ നിന്നെന്നല്ല, ഒരു രാഷ്ട്രത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സഹായിച്ചവരാണ് പലരെയും, അല്ലേ? ഈ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ വലിയ രാഷ്ട്രങ്ങൾ അവർക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറന്നു പിടിച്ച് അവരെ സഹായിച്ചവരാണ്, അങ്ങോട്ട് ചെന്ന് സഹായിച്ചവരാണ്. അല്ലാതെ സഹായം അഭ്യർത്ഥിച്ചിട്ട് ചെന്നവരല്ല. അവർ ലോകം മുഴുവനും സഹായം അന്വേഷിച്ച് ആര് സഹായിക്കുമെന്നിങ്ങനെ ആശങ്കപ്പെട്ട് പരക്കം പായുമ്പോൾ, ഞങ്ങളുണ്ട്, നിങ്ങൾ വിഷമിക്കാതെ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് സഹായഹസ്തവുമായിട്ട് അവരെ സമീപിച്ച ആൾക്കാരാണ് ഇന്ത്യ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് തുർക്കി മറന്നുപോയി എന്നുള്ളതാണ്. ഈ എർദോഗനും കൂട്ടരും അന്ധമായ മതഭക്തിയുടെ അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ, യാഥാസ്ഥിതികത്വത്തിൻ്റെ ഒക്കെ പേരിൽ അവർ ഇത് മറന്നുപോയി. പകരം അവരൊരു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആരുണ്ട് ഇവരെ സഹായിക്കാൻ? ഇപ്പോൾ സൗദി അറേബ്യ ഉണ്ടോ? അല്ലെങ്കിൽ ഖത്തറുണ്ടോ? കുവൈറ്റ് ഉണ്ടോ? ആരാ ഉള്ളത് നിങ്ങളെ സഹായിക്കാൻ? അല്ലെങ്കിൽ ഇത്രയും വലിയ ആപത്ത് വരുമ്പോൾ സഹായിക്കാനുള്ള ശേഷി അവർക്കുണ്ടോ? ഈ പറയുന്ന പാകിസ്ഥാനുണ്ടോ? ഒരു പുൽനാമിൻ്റെ സഹായം ചെയ്യാനുള്ള കരുത്ത് പോലും ഈ പാകിസ്ഥാൻ ഇല്ലല്ലോ. നേരെ മറിച്ച് ഇന്ത്യയോ ആ കാര്യത്തിൽ എത്രയോ 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 കരുത്തരാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ വരും വരായികകൾ ആലോചിക്കാതെ മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം തുർക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുത്തത് ഈ എർദോഗൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവിടെ വിലപ്പോകില്ല എന്ന് കൃത്യമായിട്ടും തുർക്കിക്കും എർദോഗനും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഞാനതിൽ കാണുന്ന ഒരു വലിയ വഴിത്തിരിവ്. എന്തായാലും തുർക്കി ഇനിയും ഇതുപോലെ, തുർക്കിക്ക് മാത്രമല്ല മറ്റു പലർക്കും അപകടങ്ങൾ വരും. അന്ന് പറയുന്നത് പോലെ ചോദിക്കാതെ ചെന്ന് സഹായിക്കുന്ന പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. ഇതൊക്കെ കണ്ട് ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമാണ്. തുർക്കിക്ക് മാത്രമല്ല, ഇത് ചൈന അടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇതൊരു പാഠമാണ്. ആരെ എപ്പോൾ സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആരുടെ സഹായം എപ്പോൾ തേടേണ്ടി വരും എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോകക്രമത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വലിയൊരു അനിശ്ചിതത്വമാണ് ഈ ലോകം തന്നെ. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ളിടത്ത് വിനയവും ദയയും കാരുണ്യവും, അല്ലേ, സഹായ മനസ്ഥിതിയും അങ്ങനെയുള്ള മൂല്യവത്തായ സ്വഭാവ ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത്.
അത് രാഷ്ട്രങ്ങളുടെ കാര്യത്തിലും രാഷ്ട്രത്തലവന്മാരുടെ കാര്യത്തിലും അത് വളരെ ശരിയാണ് എന്ന് തുർക്കിയിലെ സമീപകാല സംഭവങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.